സ്വാലിഹ്, എങ്ങനെയാണ് മലപ്പുറത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? വലിയ വിജയമാണ് അവിടെ മുസ്ലിം ലീഗും UDF നേടിയതല്ലേ? സിന്ധൂരി, കഴിഞ്ഞ പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ആധിപത്യം UDF-നുണ്ടായിരുന്നു. അത് നിയമസഭയിലും ആവർത്തിച്ചു. ജില്ലയിൽ ഏതാണ്ട് 7 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം UDF-ന് ലഭിച്ചിട്ടുണ്ട്. 16 മണ്ഡലങ്ങളിൽ 16ലും UDF വിജയിച്ചു. അതിൽ 12 മുസ്ലിം ലീഗും 4 കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 85,074 വോട്ടുകളാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷമാണ്. തിരൂരങ്ങാടിയിൽ PMA സമീറിന്റെ ഭൂരിപക്ഷം 63,387 വോട്ടും മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് റഹ്മത്തുള്ളയുടെ ഭൂരിപക്ഷം 57,887 വോട്ടുമാണ്. വള്ളിക്കുന്ന് TV ഇബ്രാഹിം ജയിച്ചത് 51,289 വോട്ടിനാണ്. കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലിയുടെ ഭൂരിപക്ഷം 56,017 വോട്ടാണ്. ഏറനാട് PK ബഷീർ 41,289 വോട്ടിനും തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ 24,137 വോട്ടിനും പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം 32,431 വോട്ടിനും മങ്കട മഞ്ഞളാംകുഴി അലി 45,609 വോട്ടിനും വേങ്ങര KM ഷാജി 30,325 വോട്ടിനും വിജയിച്ചിട്ടുണ്ട്. കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങളുടെ ഭൂരിപക്ഷം 61,837 താനൂരിൽ PK നവാസ് 27,131 വോട്ടിനും വിജയിച്ചു. കോൺഗ്രസ് മത്സരിച്ച നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 54,851 തവനൂരിൽ BS ജോയ് 14,647 വോട്ടിനും പൊന്നാനി KP നൌഷാദ് അലി 13,267 വോട്ടിനും വണ്ടൂരിൽ AP അനിൽകുമാർ 47,939 വോട്ടിനും വിജയിച്ചിട്ടുണ്ട്. LDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ തവനൂരും പൊന്നാനിയും താനൂരും നഷ്ടമായി. സംസ്ഥാനത്ത് നമുക്കറിയാം 27 സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിച്ചു. അതിൽ 22 സീറ്റിലും വിജയിച്ചിട്ടുണ്ട്. 2011 ഇതുപോലെ ഒരു വിജയം മുസ്ലിം ലീഗിനുണ്ടായത്. 24 സീറ്റിൽ മത്സരിച്ച് അന്ന് 20 സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് വിജയിച്ചിട്ടുണ്ട്. നിലവിൽ കൂത്തുപറമ്പിലും ഗുരുവായൂരിലും പുനലൂരിലും ചേലക്കരയിലുമാണ് മുസ്ലിം ലീഗ് മത്സരിച്ച് പരാജയപ്പെട്ടത്. മത്സരിച്ച എല്ലായിടത്തും വലിയ ഭൂരിപക്ഷത്തിൽ, നമുക്കറിയാം മലപ്പുറത്തൊക്കെ ഏതാണ്ട് 50,000-ത്തിനു മുകളിലും അതിനോടടുത്തുമുള്ള ഭൂരിപക്ഷത്തിലാണ് മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുള്ളത്. സിന്ധൂരി, ശരി, വ്യക്തമാണ് സ്വാലിഹ്. മലപ്പുറത്തിന്റെ ഒരു ചിത്രമാണ് നമ്മളോട് സ്വാലിഹ് പങ്കുവച്ചത്.